ഹലോ ചെങ്ങായിമാരെ, വെൽക്കം ടു വൈബടി മല്ലു. ഈവനിങ് ഓഫീസൊക്കെ കഴിഞ്ഞ് വന്ന് കുളിച്ച് ഫ്രഷായി ഫുഡൊക്കെ കഴിച്ചിരിക്കുമ്പോൾ എനിക്കങ്ങ് ബോറടിക്കാൻ തുടങ്ങി. കാരണം നേരത്തെ കാലത്ത് ഫുഡ് കഴിക്കുന്ന ശീലമുണ്ടേ. അപ്പോൾ അതുകൊണ്ടിട്ട് ബോറടിച്ച് അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് പെട്ടെന്നൊരാലോചന വന്നത്, ഒന്ന് നൈറ്റ് റൈഡിന് പോയാലോ എന്നുള്ളത്. പിന്നെ ഒന്നും നോക്കിയില്ല, വണ്ടിയെടുത്ത് നേരെ വിട്ടു ഒരു ഡ്രൈവിന്. ലക്ഷ്യം ബോധമില്ലാതെ പോകുന്നത് കൊണ്ടിട്ട് എവിടെ പോകണം, എങ്ങോട്ട് പോകണം എന്നുള്ള യാതൊരു തരത്തിലുള്ള ഐഡിയയും എനിക്കില്ലായിരുന്നു. പിന്നെ ഇറങ്ങിയപ്പോൾ വിചാരിച്ചു ഒരു ഡ്രസ്സ് അങ്ങ് എടുത്ത് കളയാന്നുള്ളത്. അങ്ങനെ ഒത്തിരി ലേറ്റ് ആയതുകൊണ്ടിട്ട് ഡ്രസ്സ് കട അന്വേഷിച്ച് നോക്കി, പക്ഷെ കിട്ടിയില്ല. കാരണം ലേറ്റ് ആയതുകൊണ്ടിട്ട് തന്നെ ഒത്തിരി കടകളെല്ലാം തന്നെ അടച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ നേരെ വിട്ടു സ്റ്റേഡിയം വഴി ഒന്ന് റൗണ്ട് അടിച്ചിട്ട് പിന്നെ സ്റ്റേഡിയത്തിൻ്റെ ബാക്കിലൊക്കെ ഒന്ന് അങ്ങനെ ഇരുന്നിട്ട് റെസ്റ്റ് എടുത്തിട്ടാണ് ഞാൻ പോയത്. കുറച്ച് നേരം റിലാക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ സ്റ്റേഡിയത്തിൻ്റെ അവിടെ. എന്താണെന്നറിയില്ല, സ്റ്റേഡിയത്തിൻ്റെ ബാക്കിൽ പോയിരിക്കുന്നത് ഒരു പ്രത്യേകതരം വൈബ് തന്നെയാണ്. അങ്ങനെ കുറച്ച് നേരം റിലാക്സ് ചെയ്ത് പിന്നെ ഞാൻ വീണ്ടും റൈഡ് പിന്നെ ഞാൻ ആരംഭിച്ചിട്ടുണ്ടായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്കൊരു ഷേക്ക് കുടിക്കാനായിട്ട് തോന്നിയത്. പിന്നെ ഒന്നും നോക്കിയില്ല, വണ്ടി എടുത്ത് ഒരു ഷേക്ക് കടയിലേക്ക് വിട്ടു. ഞാൻ പോയിട്ടുണ്ടായിരുന്നത് പാടിവട്ടത്തുള്ള ഒരു ഷേക്ക് കടയിലാണ് കേട്ടോ. വെറുതെ എവിടെ ഷേക്ക് കുടിച്ച് നടക്കുമെന്ന് വിചാരിച്ചപ്പോഴാണ് ഈ ഒരു ഷേക്ക് കട കണ്ടത്. വെറും 49 രൂപ മാത്രമേ ഇവിടെ ഷേക്കിനുള്ളൂ. ഇവിടെ ഷേക്ക് മാത്രമല്ല, മുച്ചിറ്റോസ് ആയാലും അതുപോലെ തന്നെ അവിൽ മിൽക്ക് ആയാലും അതർ ഐറ്റംസ് ആയാലും എല്ലാ ഐറ്റത്തിനും 49 രൂപ മാത്രമേ വരുന്നുള്ളൂ കേട്ടോ. അഫോർഡബിൾ റേറ്റ് തന്നെയാണ് വരുന്നുള്ളത്. ഒത്തിരി 49 രൂപയുടെ ഷേക്ക് കട ഞാൻ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇത് കുറച്ച് സ്പെഷ്യലായിരുന്നു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇവിടെ വന്നിട്ട് ഒരു സീറ്റിലിരുന്നിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ബട്ടർ സ്കോച്ച് ഷേക്കായിരുന്നു. അങ്ങനെ ഓർഡർ വെയിറ്റ് ചെയ്തിരുന്നു. ജസ്റ്റ് അവിടുത്തെ ആ ഒരു അറ്റ്മോസ്ഫിയർ കാര്യങ്ങളെല്ലാം തന്നെ നോക്കി എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, അവിടുത്തെ കാര്യങ്ങളെല്ലാം തന്നെ. ദെൻ ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ള ഷേക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ബട്ടർ സ്കോച്ചിൻ്റെ ഷേക്കാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നോക്കിയപ്പോഴത്തേക്കിന് അതിൽ ബട്ടർ സ്കോച്ച് വിത്ത് ഐസ്ക്രീമും കൂടി എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മാംഗോ ഐസ്ക്രീമായിരുന്നു എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. സത്യം പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റും കൂടി ആയിരുന്നു അതിനുണ്ടായിരുന്നത്. അങ്ങനെ ഇതേ ഷേക്കൊക്കെ വന്നു. ഞാൻ അതിൻ്റെ 2-3 ഫോട്ടോസും ഒരു വീഡിയോ ഒക്കെ അങ്ങനെ എടുത്തുകൊണ്ടിരിക്കുമായിരുന്നു. അതിന് ഷേക്കൊക്കെ കുടിച്ച് കഴിഞ്ഞു, ബില്ലൊക്കെ കൊടുത്തു. ഞാൻ പെട്ടെന്ന് തന്നെ ഇറങ്ങി കേട്ടോ. അവിടെ നിന്നിട്ടുണ്ടായിരുന്ന ഈ ഒരു ഷോപ്പ് ലൊക്കേറ്റ് ചെയ്യുന്നത് പാടിവട്ടം അപ്പോളോ ഫാർമസീൻ്റെ മുകളിലായിട്ടാണ് ലൊക്കേറ്റ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ഞാൻ ഷോപ്പിംഗ് കഴിഞ്ഞില്ല, ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ലല്ലോ. റൈഡ് കഴിഞ്ഞ് ഒരു ഷേക്ക് കുടിച്ച് നേരെ വീട്ടിലേക്ക്. അപ്പോൾ തന്നെ ഒത്തിരി ഞാൻ ടയേർഡായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓക്കെ, ബൈ, ടാറ്റ. ഇനി അടുത്ത വീഡിയോയിൽ പിന്നെയും കാണാം കേട്ടോ.